ഫെമിനിസം എന്ന് പറയുന്ന ആശയം ഒരിക്കലും സ്ത്രീക്കായി മാത്രം നീക്കിവെച്ചിട്ടുള്ള ഒന്നല്ല. അത് മൊത്തം സമൂഹത്തിൻ്റെ സവർണ ബ്രാഹ്മണ പുരുഷ മേധാവിത്വ വ്യവസ്ഥയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന മുഴുവൻ സമൂഹത്തിൻ്റെയും വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ആണ്. ഫെമിനിസം ആഹ്വാനം ചെയ്യുന്നത് മൊത്തം അധികാര വ്യവസ്ഥയെ ബാക്കിയുള്ള മനുഷ്യരുടെ മുഴുവൻ പേരിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാറ്റി തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ട് തുല്യതയുള്ള ഒരു വ്യക്തിയാണ് അവൾ. വോട്ടവകാശം അവൾക്കും ഉണ്ട്. തുല്യമായ ഒരു മൂല്യം അവളുടെ വോട്ടിന് ഉണ്ട്. അപ്പോൾ തുല്യമായ ഒരു മൂല്യം ഉള്ള ഒരു വോട്ടുള്ള ഒരു വ്യക്തി ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അവകാശങ്ങൾക്കും അർഹതയുള്ളൊരു വ്യക്തി ആയിരുന്നിട്ടും സാമൂഹികമായ തുല്യത ഇല്ല എന്നുള്ളിടത്താണ് സ്ത്രീയുടെ പ്രശ്നം പരിശോധിക്കപ്പെടേണ്ടത്. ജനാധിപത്യപരമായി തുല്യത നൽകുകയും സാമൂഹികമായി തുല്യത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. സാമൂഹികമായി തുല്യത ഇല്ലാതിരിക്കുന്നതിന് കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന പാട്രിയാർക്കൽ വ്യവസ്ഥയും അതിൻ്റെ മൂല്യങ്ങളും തന്നെയാണ്. ഈ പാട്രിയാർക്കൽ മൂല്യങ്ങളെ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. കാരണം ഞങ്ങൾ പട്ടാമ്പി കോളേജിൽ മാനുഷി എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങുമ്പോൾ ആദ്യം അങ്ങനെ അറിയൊന്നുമില്ല, എങ്ങനെയാണ് ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊന്നും അറിയില്ല. പക്ഷേ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ആഴത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് പാട്രിയാർക്കൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്ത്രീയെ മാത്രമല്ല, സമൂഹത്തിലെ മേധാവികൾ അല്ലാത്ത, അധികാര വ്യവസ്ഥയുടെ കീഴിലല്ലാത്ത മുഴുവൻ പേരെയും, അധികാര വ്യവസ്ഥയിലല്ലാത്ത മുഴുവൻ പേരെയും ബാധിക്കുന്ന ഒന്നാണ് പാട്രിയാർക്കൽ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പാട്രിയാർക്കൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസമായാലും നിയമനിർമ്മാണമായാലും അതുപോലെ തന്നെ കുടുംബമായാലും എല്ലാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഈ പാട്രിയാർക്കൽ വ്യവസ്ഥ അതിലെ പങ്കാളിത്തമില്ലാത്ത, അല്ലെങ്കിൽ അവസരം ഇല്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമല്ലാത്ത മനുഷ്യരെ മുഴുവനും അതിൻ്റെ കീഴിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി നിലനിൽക്കുന്ന ഒരു സുന്ദര ലോകമാണ് മുഖ്യധാര എന്ന് പറയുന്നത്. ഈ സുന്ദര ലോകത്തെ പൊളിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ദളിതിൻ്റെയും സ്ത്രീയുടെയും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിൻ്റെയും സമൂഹത്തിൽ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടമൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുടെ ആയാലും, അതായത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും പാട്രിയാർക്കൽ വ്യവസ്ഥ മനുഷ്യരെ വിവേചനത്തിൽ അധിഷ്ഠിതമായ തുല്യനീതി നിഷേധിച്ച് നിലനിർത്തിയിരിക്കുന്നു. അതിനാൽ ഫെമിനിസം എന്ന് പറയുന്ന ആശയം ഒരിക്കലും സ്ത്രീക്കായി മാത്രം നീക്കിവെച്ചിട്ടുള്ള ഒന്നല്ല. അത് മൊത്തം സമൂഹത്തിൻ്റെ സവർണ ബ്രാഹ്മണ പുരുഷ മേധാവിത്വ വ്യവസ്ഥയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന മുഴുവൻ സമൂഹത്തിൻ്റെയും വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ആണ്. ഈ അങ്ങനെയുള്ളൊരു പ്രത്യയശാസ്ത്രത്തെ സ്ത്രീക്കായി മാത്രം എന്ന് നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. കാരണം ഇത് പോരാടുന്നത് ജാതി മേധാവിത്വത്തിനെതിരായിട്ട്, അതുപോലെ പുരുഷ മേധാവിത്വത്തിനെതിരായിട്ട്, സാമ്പത്തിക മേധാവിത്വത്തിനെതിരായിട്ട്, മൊത്തം അധികാര വ്യവസ്ഥയോടാണ്. ഫെമിനിസം ആഹ്വാനം ചെയ്യുന്നത് മൊത്തം അധികാര വ്യവസ്ഥയെ ബാക്കിയുള്ള മനുഷ്യരുടെ മുഴുവൻ പേരിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാറ്റി തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.